മോഹൻ വർഗീസിലേക്ക് പോകുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, തിരിച്ചടി എങ്ങനെയായിരിക്കും? തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അത് ഏത് രൂപത്തിലാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സ്മൃതി യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം കൂടിയ ക്യാബിനറ്റിന്റെ സുരക്ഷാകാര്യ സമിതി, അതുപോലെ ഈ സൈനിക മേധാവികളുമായി രാഷ്ട്രീയ നേതൃത്വം നടത്തിയ ചർച്ച, ഇതിലെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ ഇതാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അതായത് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗ്, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം ചേർന്ന് സൈനിക നേതാക്കളോട് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാജ്യം ഒരു പ്രതികരണം ആഗ്രഹിക്കുന്നു. ഇപ്പം നടന്ന ഒരു ആക്രമണത്തിന് എതിരെ, അതായത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ന്യായവും ഉചിതവും ആയ ഒരു മറുപടി ഉണ്ടാവണം എന്ന് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് സൈനിക നേതൃത്വത്തോട് കൺവേ ചെയ്യുകയാണ്. 2, സൈനിക നേതൃത്വത്തിന്റെ കഴിവിലുള്ള പൂർണ്ണമായ വിശ്വാസം രാഷ്ട്രീയ നേതൃത്വം സൈനിക നേതൃത്വത്തോട് തുറന്നു പറയുകയാണ്. സർവ്വസജ്ജമാണ് സൈന്യം, എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞോളൂ എന്നാണ്. 3-ാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് തീരുമാനിക്കാം, സമയവും നേരവും ഇടവും എങ്ങനെയെന്നതും നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ രീതിയിലുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ നയപരമായി ഉണ്ടായിട്ടുള്ളത്. ഇനി അതിന്റെ ഈ ലോജിസ്റ്റിക്സിലേക്കും അതിന്റെ നടത്തിപ്പ് വശത്തേക്കും വരിക. ഇവിടെ വരാൻ പോകുന്നത്, കഴിഞ്ഞ നമ്മുടെ മുൻപിലുള്ളത് ഈ 3 മഹായുദ്ധങ്ങളും, അതായത് 1947 യുദ്ധം, 65 യുദ്ധം, 71 ബംഗ്ലാദേശ് യുദ്ധം. ഈ 3 യുദ്ധങ്ങൾ അത് ആർമീസ് തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അതേസമയം കാർഗിൽ അതിർത്തി പോരാട്ടമായിരുന്നു. അതേസമയം സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. 2016 ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറി നടത്തിയത് സർജിക്കൽ സ്ട്രൈക്കാണ്. നമ്പർ 1. നമ്പർ 2 സർജിക്കൽ സ്ട്രൈക്ക് 2019 നടത്തിയ ബാലാക്കോട്ട് ആക്രമണമാണ്. പുൽവാമയ്ക്ക് ബദലായി നടത്തിയ ബാലാക്കോട്ട് ആക്രമണമാണ്. അത് ഏറിയൽ ആക്രമണമാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ തോതിലും തലത്തിലും ഇടത്തുമുള്ള ആക്രമണമാകാം ഒരു പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു സർപ്രൈസ് എലമെന്റ്. അതുകൊണ്ടാവണം, എനിക്കൊരു തോന്നലുണ്ട്, ഞാൻ നാവിക ഉദ്യോഗസ്ഥനൊന്നുമല്ല, പക്ഷേ ഞാൻ ഒരു നാവിക യുദ്ധത്തിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും പാകിസ്ഥാൻ കാണുന്നു. അവരെ ആ രീതിയിലുള്ള അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ നാവികസേനയോട് സർവ്വസജ്ജമാകാൻ പറഞ്ഞിരിക്കുകയാണ്. മിസൈൽ പരീക്ഷണങ്ങളും അതുപോലെ നാവിക കപ്പലുകളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾക്കകത്തൊക്കെ നാവികസേനയുടെ ഒരു ഡിറ്റർമിനേഷൻ കാണുന്ന വാക്കുകളാണ് അതിന് അടിക്കുറിപ്പായി പറയുന്നത്. ഇവിടെ നാവികസേനയെ കുറിച്ച് എന്താണ് ആ അടിക്കുറിപ്പിൽ പറയുന്നത്? ഇതാണ്: ഒരു ദൗത്യവും അകലെയല്ല. നാവികസേന പറയുകയാണ്, ഒരു ദൗത്യവും അകലെയല്ല. അതുപോലെ അത്ര വലിയ വിശാലത ഒരു കടലിനുമില്ല. അപ്പൊ കടലിന്റെ ആഴപ്പരപ്പിൽ പോയി രക്ഷപ്പെടാം എന്ന് പാകിസ്ഥാൻ ആലോചിക്കേണ്ട. വടക്കൻ അറേബ്യൻ കടൽ മേഖല അശാന്തമാകാൻ പോവുകയാണ്. അതിനർത്ഥം കറാച്ചി മേഖല അല്ലെങ്കിൽ ദക്ഷിണ പാകിസ്ഥാൻ മേഖലയിലേക്ക് ഒരുപക്ഷെ ഒന്നുകിൽ ഉപരോധം അല്ലെങ്കിൽ ആക്രമണം ആവണമെന്നില്ല. ഒരുപക്ഷെ സാമ്പത്തികമായി പാകിസ്ഥാനെ പരമാവധി ഞെരുക്കുന്ന രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തുക എന്നതാവാം. അതിന് സ്വാഭാവികമായ റിപ്പർക്കഷൻസ്, റിറ്റാലിയേഷൻ ഉണ്ടാകും ചൈനയുടെ ഭാഗത്തു നിന്ന്. കാരണം അവിടുത്തെ തുറമുഖങ്ങൾ, കറാച്ചി തുറമുഖമാകട്ടെ അല്ലെങ്കിൽ ഗദ്ദാർ തുറമുഖമാകട്ടെ, പാകിസ്ഥാന്റെ ദക്ഷിണ തുറമുഖങ്ങളാണ്. ഈ തുറമുഖങ്ങളുടെ വികസനത്തിനായി ചൈന വലിയൊരു തുക ചെലവഴിച്ചിട്ടുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി കാരക്കോറം ഹൈവേയിലൂടെ കടന്നു വരുന്ന ആ ഒരു ഈ പാകിസ്ഥാൻ ചൈന ഇക്കണോമിക് കോറിഡോർ, അത് പാകിസ്ഥാന്റെ ജീവനാഡി മാത്രമല്ല, ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ വാം വാട്ടർ പോർട്ട്സിലേക്കുള്ള ഒരു ആക്സസ് പോയിന്റ് കൂടിയാണത്. അതൊരു സ്ട്രാറ്റജിക് റെലവൻസ് ഉള്ള ഒരു പ്രദേശത്തെ നാവിക ഉപരോധത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ചൈന അത്ര സഹിച്ച് ഇരിക്കണം എന്നില്ല. അതൊരു കാര്യം. 2, ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസി ഇന്ത്യയെ നാലുപാടും നിന്ന് തുറമുഖ സഹായത്തിലൂടെ അയൽ രാജ്യങ്ങളെ, ഇന്ത്യക്ക് അത്ര നല്ല ബന്ധമില്ലാത്ത, ഇപ്പോൾ ബന്ധവശളായ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നാവിക സഹായം, അവരുടെ പോർട്ട്സ് വികസിപ്പിക്കാൻ, ഹമ്പൻതോട്ട പോർട്ട് അത് ശ്രീലങ്കയിൽ, അതുപോലെ ചിറ്റഗോങ് തുറമുഖം അത് ബംഗ്ലാദേശിൽ, മാലദ്വീപിലെ തുറമുഖങ്ങൾ എല്ലാം വികസിപ്പിക്കാനായി വൻ തുക ചെലവഴിച്ച രാജ്യം കൂടിയാണ് ചൈന. അങ്ങനെ ചൈനയ്ക്ക് ഒരു നേവൽ പ്രസൻസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഉണ്ട് എന്നത് വളരെ നിസ്തർക്കമായ കാര്യമാണ്. അതിന് ഒരു മറുപടി കൊടുക്കാൻ ഇന്ത്യ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നുണ്ട്. ക്വാഡ് എന്ന സഖ്യമൊക്കെ ഉണ്ട്. ഈ സഖ്യമെല്ലാം വെറും സാങ്കേതികം മാത്രമാണ്, അക്കാഡമിക് മാത്രമാണ്. അത് നാവിക അഭ്യാസത്തിന് മാത്രമുള്ളതാണ്. അത് ഒരു നാവിക സഖ്യമല്ല, സൈനിക സഖ്യമായി കരുതാനാവില്ല. അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ഈ സഖ്യം. അതുകൊണ്ടാണ് പുതിയ രൂപത്തിലുള്ള തിരിച്ചടിക്കുള്ള സമയമായി അതിലുള്ള വിരളി പിടിച്ചുകൊണ്ടാണ്
പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഒക്കെ ഇപ്പോൾ മുറവിളി കൂട്ടുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിക്കുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ നമ്മൾ കണ്ടു. പാകിസ്ഥാന്റെ 3 മന്ത്രിമാർ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, ഫോറിൻ മിനിസ്റ്റർ, ഇവരുടെ എല്ലാം ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും ഒരാക്രമണം പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. അതേസമയം വളരെ വളരെ പക്വമായിട്ടാണ് സ്മൃതി ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം പ്രസ്താവനകൾ നടത്തുന്നത്. അവർ സൈന്യത്തെ കോൺഫിഡൻസിലെടുക്കുന്നു, അവർ ജനതയെ കോൺഫിഡൻസിലെടുക്കുന്നു, സമയക്രമം തീരുമാനിക്കാനുള്ള അവകാശം സൈന്യത്തിന് വിട്ടുകൊടുക്കുന്നു. ശാന്തമായ പക്വമായ ഒരു കാര്യമാണ്. അതാണ് ഇന്ത്യ ഈസ് എ റെസ്പോൺസിബിൾ സ്റ്റേറ്റ്. ഇന്ത്യ പാകിസ്ഥാനെ ഐക്യരാഷ്ട്ര സംഘടനയിൽ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് റോഗ് സ്റ്റേറ്റ് എന്നാണ്. തെമ്മാടി രാഷ്ട്രം. ഇവിടെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തെമ്മാടി രാഷ്ട്രത്തിന് മറുപടി കൊടുക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ മെത്തേഡ്സ് ഉപയോഗിച്ച് കൊടുക്കാൻ സാധിക്കുമോ, അതോ അവരുപയോഗിക്കുന്ന അതേ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചടിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ നയപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ആക്രമണത്തെക്കുറിച്ച് സിവിലിയൻ പോപ്പുലേഷന് ഇപ്പോൾ ഒരു ഊഹവും കിട്ടില്ല. നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാനേ കഴിയൂ. പക്ഷേ മാതൃകാപരമായിരിക്കും, ശക്തമായിരിക്കും, മറുപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല എന്ന രീതിയിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പ്രസ്താവന നടത്തുന്നത്. ശരി, ഞാൻ ശ്രീ ടി പി ജയചന്ദ്രനിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം. Debate with Smriti Parathikkad.